മുരിയൽ റൂ കൈസർ എന്ന അദ്ദേഹം കവിയാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാചകം, പലപ്പോഴും ശ്രദ്ധയിലെത്തിയിട്ടുള്ള ഒരു വാചകമുണ്ട്. പ്രപഞ്ചത്തെ നിർമ്മിച്ചിട്ടുള്ളത് കണികകൾ കൊണ്ടല്ല, കഥകൾ കൊണ്ടാണ് എന്ന്. ഒരുപക്ഷെ പാവങ്ങൾ പോലുള്ള, കുറ്റവും ശിക്ഷയും പോലുള്ള, കരാമസവും സഹോദരന്മാർ പോലുള്ള ഭൂതകാല സ്മരണകൾ, റിമംബ്രൻസ് ഓഫ് തിങ്സ് പാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, പോലുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ തകഴിയും ബഷീറും ദേവും പൊൻകുന്നം വർക്കിയും അങ്ങനെയുള്ള അനേകം ഉറൂബും ഒക്കെ ഉൾപ്പെട്ട ആ മഹാരഥന്മാർ സൃഷ്ടിച്ച അനേകം നോവലുകൾ എല്ലാം ചേർന്നാണ് ഒരുപക്ഷെ നമ്മുടെ ലോകത്തെ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ലോകം, നാം ജീവിക്കുന്ന ഈ ബാഹ്യ ലോകം മാത്രമല്ല, ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനമായി നമ്മുടെ അന്തർലോകങ്ങളാണ്, അകത്ത ലോകങ്ങൾ, അനേകം വിചാരങ്ങൾ, വികാരങ്ങൾ, ബന്ധങ്ങൾ, കാരുണ്യവും മൈത്രിയും ഉൾപ്പെടെയുള്ള അനേകം മൂല്യങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ ലോകങ്ങളെ നിർമ്മിക്കുന്നത്. ആ ലോകങ്ങളുടെ, ആന്തരിക ലോകങ്ങളുടെ നിർമ്മിതിയിൽ നാം വായിച്ചതിന് മുഴുവൻ, അത് കവിതയാകട്ടെ, കഥയാകട്ടെ, മറ്റു സാഹിത്യ രൂപങ്ങളാകട്ടെ, അതിനെല്ലാം വളരെ വലിയ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ആ രീതിയിൽ നേരത്തെ പറഞ്ഞ വാചകം അല്പം മാറ്റുകയാണെങ്കിൽ, ഒരുപക്ഷെ മലയാളിയുടെ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കൃതികൾ കൊണ്ടല്ല, പരിഭാഷകൾ കൊണ്ടാണ് എന്ന് പറയാം. കൃതികൾക്ക് സ്ഥാനമില്ല എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ ലോകത്തെ, നമ്മുടെ അനുഭവ ചക്രവാളത്തെ വികസിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് പരിഭാഷകൾ എല്ലാ കാലത്തും വഹിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നേയില്ല, കാരണം കേരളത്തിലുണ്ടായിട്ടുള്ള ഏത് സാഹിത്യ പ്രസ്ഥാനത്തിനും പിറകിൽ ഒരുപാട് വിവർത്തനങ്ങളുടെ നിരന്തരവും അനുസ്യൂതവുമായ പ്രവർത്തനമുണ്ട്. അത് ആ രീതിയിൽ ഒരുപക്ഷെ ആദ്യമായി മലയാളിയുടെ മനസ്സിനെ മുഴുവൻ തന്നെ ചലിപ്പിച്ച, കേരള സമൂഹത്തെ മുഴുവൻ തന്നെ മാറ്റത്തിന് പ്രേരിപ്പിച്ച ഒരു മഹാകൃതി എന്ന നിലയിൽ കൂടിയാണ് പാവങ്ങൾ പ്രധാനമാകുന്നത്. പാവങ്ങളുടെ പ്രാധാന്യം എന്ത് എന്ന് വളരെ ചുരുക്കി പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായി എനിക്ക് തോന്നുന്നു, അതിനെ സാമൂഹ്യമായി പരിശോധിക്കുകയാണെങ്കിൽ വർഗബോധം എന്ന ഒന്ന് ഏറ്റവും ആഴത്തിൽ, ഏറ്റവും മസൃണമായി, ഏറ്റവും മൃദുലവും തീവ്രവുമായി കേരളീയ മനസ്സുകളിൽ സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്ത ഒരു കൃതിയായിരുന്നു പാവങ്ങൾ. അത് ഒരു തരത്തിൽ ഒരു അലച്ചിലിൻ്റെ കൃതിയാണ്. ഷാൻ വാൽ ഷാൻ എന്ന് ഇപ്പോൾ ഫ്രഞ്ചുകാർ പറയുന്ന, പണ്ട് നാലപ്പാടിൻ്റെ ഭാഷയിൽ റാങ് വാൽ റാങ്ങിൻ്റെ ആ ഒരു ഭൂരഹിതനായ, ദരിദ്രനായ കർഷകൻ്റെ പീഡനത്തിൻ്റെ, ജയിൽവാസത്തിൻ്റെ, നിരന്തരമായ ജോലി നിഷേധത്തിൻ്റെ ഒരു ദീർഘമായ യാതനയുടെ കഥയാണ് ഒരർത്ഥത്തിൽ പാവങ്ങൾ എന്ന് പറയാം. അനേകം കഥാപാത്രങ്ങളുണ്ടെങ്കിലും ആദ്യമായി നമ്മുടെ മനസ്സിൽ തറയ്ക്കുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അതിൻ്റെ നായക കഥാപാത്രം തന്നെ എന്ന് പറയാവുന്ന ഷാൻ വാൽ ഷാൻ ആണ്. അദ്ദേഹത്തിൻ്റെ 19 വർഷത്തെ ദീർഘമായ ജയിൽവാസം, അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന, നിങ്ങളെല്ലാവരും പാവങ്ങൾ വായിച്ചവരാണ്. ഇല്ലെങ്കിൽ പാവങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കും. എൻ്റെ അറിവിൽ 2 സംക്ഷേപങ്ങൾ മലയാളത്തിലുണ്ട്. കെ പത്മനാഭൻ നായരുടെയും ആനി തയ്യലിൻ്റെയും ഒക്കെ. അങ്ങനെയൊക്കെ ആദ്യകാലത്ത് നമ്മൾ വായിച്ചിരുന്നതും ആ തരത്തിലുള്ള
ആ തരത്തിലുള്ള തർജ്ജമകളാണ് എന്ന് ചെറിയ സംക്ഷിപ്ത രൂപങ്ങളാണ്. പിന്നീടാണ് വലിയ ഭാവങ്ങൾ വായിക്കുന്നത്. പിന്നെ അത് ഇംഗ്ലീഷിലുള്ള ഒരു തർജ്ജമയിലോ 2 തർജ്ജമയിലോ വായിക്കുന്നു. ഇംഗ്ലീഷിൽ 8 പരിഭാഷകളുണ്ട് ആ കൃതിക്ക്. അങ്ങനെയാണ് പാവങ്ങൾ ഒരുപക്ഷെ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ക്രമേണ വളരുകയും ഒരു വലിയ ജീവിത സ്വാധീനവും സാമൂഹ്യ സ്വാധീനവുമായി വികസിക്കുകയും ചെയ്ത് പോന്നിട്ടുള്ളത് എന്ന് പറയാം. പാവങ്ങളുടെ കഥാകാലം, ആഖ്യാനകാലം, അത് എഴുതപ്പെട്ട കാലമല്ല ഞാൻ പറയുന്നത്, അതിനകത്ത കാലം 1813 മുതൽ 1832 വരെയുള്ള കാലമാണ്. 1862 അത് എഴുതപ്പെടുന്നത്. ആ കാലം ഫ്രഞ്ച് ചരിത്രത്തെയും യൂറോപ്യൻ ചരിത്രത്തെയും ലോക ചരിത്രത്തെയും സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ പരിവർത്തനങ്ങളുടെ ഒരു കാലമായിരുന്നു. വാട്ടർലൂ മുതൽ പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ജനാധിപത്യ വിപ്ലവം വരെ ഉള്ള ഒരു കാലം, നെപ്പോളിയൻ്റെ പതനം മുതൽ കീഴാള ജനതയുടെ ഉയർച്ച വരെയുള്ള ദീർഘവും സുരഭിലവും സൂക്ഷ്മമായ രീതിയിൽ ഒരു പ്രതിസ്പന്ദത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യമായ പരിവർത്തനത്തിൻ്റെതായ ഒരു വലിയ കാലമായിരുന്നു അത്. ആ കാലത്തെയാണ് അല്പം ചില വർഷങ്ങളിലെ യൂറോപ്പിൻ്റെ മുഴുവൻ അഥവാ ലോകത്തിൻ്റെ മുഴുവൻ ജീവിതത്തെയാണ് ഒരർത്ഥത്തിൽ അല്പം ചില താളുകളിൽ, അല്പം എന്ന് പറയുമ്പോൾ പുസ്തകം വലുതാണെങ്കിലും അതിൻ്റെ ആന്തരികമായ വലിപ്പം നോക്കുമ്പോൾ ആ പേജുകൾ ആ പുസ്തകം വളരെ ചെറിയ ഒരു പുസ്തകമായിട്ടാണ് അനുഭവപ്പെടാറ്. നമുക്ക് കരാമസോ സഹോദരന്മാരൊക്കെ അനുഭവപ്പെടുന്നത് പോലെ തന്നെ അത് പറയുന്ന കാര്യങ്ങളുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ദൈർഘ്യം വളരെ ചെറുതാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഒന്ന് ആ ചരിത്ര കാലത്തിൻ്റെ പ്രാധാന്യം. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വർഗബോധം എന്നത് നോവൽ എന്ന രൂപത്തിലേക്ക് ഏറ്റവും സൂക്ഷ്മവും സങ്കീർണവുമായി ആവിഷ്കരിക്കുന്ന ഒരു നോവലാണത്. 1813 മുതൽ 1813 മുതൽ ഉള്ള ഒരു കാലത്ത് 32 വരെയുള്ള ഒരു കാലത്തിൻ്റെ യൂറോപ്യൻ ചരിത്രവും ലോക ചരിത്രവും വിവിധ രീതികളിൽ സംഗ്രഹിക്കുന്ന ഒരു നോവലാണത്. മൂന്നാമത് അനേകം തലങ്ങൾ ഉള്ള ഒരു നോവലാണ്. ഒരു നോവലിനെ പലപ്പോഴും പ്രധാനമാക്കുന്നത് ആ നോവലിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ നമ്മൾ ലെയറുകൾ അല്ലെങ്കിൽ തലങ്ങൾ, വിധാനങ്ങൾ എന്ന് പറയുന്ന സംഗതിയാണ്. പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള അനേകം വിധാനങ്ങളുണ്ട് എന്ന് ഞാൻ കാണുന്നു. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ചരിത്രത്തിൻ്റേതായ ഒരു തലം അതിനുണ്ട്, യഥാർത്ഥ ചരിത്രത്തിൻ്റെ ഒരു തലം അതിനുണ്ട്. രണ്ടാമത്, ഇന്ന് ഒരുപക്ഷെ അതിപ്രധാനമായി പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന നിയമവും നീതിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു വലിയ തലം അതിലുണ്ട്. ഇന്നത്തെ ഇന്ത്യ ഒന്ന് നോക്കിയാൽ മതി, നിയമം എവിടെ കിടക്കുന്നു, നീതി എവിടെ കിടക്കുന്നു. ആ അകലം ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് നമുക്ക് നിർഭാഗ്യവശാൽ സംസാരിക്കേണ്ടി വരുന്നത്. ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ ആ പ്രശ്നം യൂഗോയ്ക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നിയമവും നീതിയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രശ്നം. നിയമപ്രകാരം ശരിയായിരുന്നു, ഷാൻവാൽ ഷാങ് ഒരു കളവ് ചെയ്തത് നമുക്കറിയാവുന്നതുപോലെ തൻ്റെ വിശപ്പ് കൊണ്ട് ഒരു റൊട്ടിക്കഷ്ണം കട്ടതാണ്. പക്ഷെ ആ കളവിന് 19 വർഷം ജയിൽ ശിക്ഷ, പിന്നെ ഒരു മഞ്ഞ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് നടന്നാൽ ഒരിടത്തും ജോലി കൊടുക്കാത്ത ഒരു സാമൂഹ്യാവസ്ഥ. ഈ രീതിയിൽ അപ്പോൾ എവിടെയാണ് നീതി, എവിടെയാണ് നിയമമെന്ന് അക്കാലത്ത് തന്നെ ചോദിക്കുകയും ഇക്കാലത്ത് വീണ്ടും വീണ്ടും മുഴങ്ങുന്ന വിധം നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ ആ ചോദ്യം ഉയരുകയും ചെയ്യുന്നത് അതിന് കാരണമായത് ഒരുപക്ഷെ പാവങ്ങൾ പോലുള്ള ഒരു നോവലാണ്. അതിൻ്റെ തുടർച്ച എന്ന പോലെ ഒരു വേണമെങ്കിൽ അതിനൊരു ധർമ്മവിചിന്തനം എന്ന് പറയാം. എന്താണ് മനുഷ്യരെ മനുഷ്യരാക്കുന്നത്, എന്ത് തരം മൂല്യങ്ങളാണ് മനുഷ്യ ജീവിതങ്ങളെ വിലപിടിപ്പുള്ളതാക്കുന്നത്, നമ്മെ ജീവിപ്പിക്കുന്നത്, നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്, മനുഷ്യരുടെ
പാരസ്പര്യത്തെ സമ്പൂർണമായി അർത്ഥവത്താക്കുന്നത് ഏഴ് തരം മൂല്യങ്ങളാണ് എന്ന ഒരു എത്തിക്കൽ എൻക്വയറി അല്ലെങ്കിൽ ഒരു ധാർമ്മിക നൈതിക അന്വേഷണം ആ നോവലിൽ മുഴുവൻ തന്നെ നിറഞ്ഞു നിൽക്കുന്നു. നാലാമതായി, ആ കാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏകാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള യഥാർത്ഥ സംഘർഷത്തിൻ്റെ ഒരു കാലമായിരുന്നു അത് ഈ നോവലിൻ്റെ അടിയിൽ മുഴുവൻ പലപ്പോഴും പുറത്തും ഒരു പ്രധാന പ്രമേയമായി വരുന്നുണ്ട്. എങ്ങനെയാണ് ഏകാധിപത്യങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ദൃശ്യരായ മനുഷ്യരെ ഏകാധിപത്യങ്ങൾ അടിച്ചമർത്തുകയും അദൃശ്യരാക്കുകയും ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ അദൃശ്യരായ മനുഷ്യർ ദൃശ്യതയിലേക്ക് കടന്നു വരുമ്പോൾ അത് യഥാർത്ഥ ജനാധിപത്യമായി മാറുന്നത്? ഈ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ, ജനാധിപത്യത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഈ നോവൽ നിശ്ചയമായും ചോദിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. മറ്റൊരു ചോദ്യം മൂല്യങ്ങളും മതവും തമ്മിലുള്ള സംഘർഷാത്മകമായ ബന്ധമാണ്. അപ്പോൾ ഡിയിലെ മെത്രാൻ പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണ്? ആത്യന്തികമായി നോക്കിയാൽ അത് ഒരു എന്താണ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തു എന്തിനു വേണ്ടി നിലകൊണ്ടു എന്ന കാര്യത്തെയാണ്. കാരുണ്യത്തിന് വേണ്ടി, മാപ്പിന് വേണ്ടി, ഒരു ജീവിതത്തെ അർത്ഥവത്താക്കുന്നതിന് വേണ്ടി, ദരിദ്രരായ നിസ്വരായ മനുഷ്യരുടെ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി, അതിനുവേണ്ടി നിരന്തരം ആഹ്വാനം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ക്രിസ്തു. ഞാൻ ഈ ക്രിസ്തുവിനെയും കമ്മ്യൂണിസത്തെയൊക്കെ ബന്ധപ്പെടുത്തിയാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടുപോന്നിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ക്രിസ്ത്യൻ മൂല്യബോധം അഗാധമായ രീതി അത് കമ്മ്യൂണിസത്തിലേക്കും തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നെഗ്രിയുടെയും ഹാർട്ടിൻ്റെയും ഒക്കെ കൃതികൾ വായിച്ചിട്ടുണ്ടെങ്കിൽ സമീപകാല മാർക്സിസത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിലൊക്കെ ഈ ലവ് എന്നുള്ള കോൺസെപ്റ്റ്, സങ്കല്പം കാര്യമായി തിരിച്ചു വരുന്നുണ്ട്. എന്താണ് പ്രതിരോധിക്കുന്ന മനുഷ്യരെ ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന ഘടകം? അത് ഒരു മുദ്രാവാക്യമാകണമെന്നില്ല, ഒരു പ്രത്യയശാസ്ത്രമാകണമെന്നില്ല. ഈ പുതിയ മാർക്സിസ്റ്റ് ചിന്തകർ പറയുന്നത് സ്നേഹമാണ്. വളരെ ലളിതം. പക്ഷെ ആ സ്നേഹം എന്നത് ഒരു സാധാരണ അർത്ഥത്തിൽ അഗാധമായ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു വലിയ ഐക്യമാണ് പ്രതിരോധിക്കുന്ന മനുഷ്യരെ മുഴുവൻ ഒന്നിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനമായ ഘടകം. ആ രീതിയിലുള്ള ആഴത്തിലുള്ളൊരു സ്നേഹം, സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്നേഹത്തിൻ്റെ സാധ്യത പാവങ്ങൾ നിശ്ചയമായും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതേസമയം ആ യഥാർത്ഥ ക്രിസ്ത്യൻ മൂല്യവും അല്ലെങ്കിൽ ധാർമ്മിക മൂല്യവും മതം എന്ന സ്ഥാപനവും തമ്മിലുള്ള അകൽച്ചയെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി അതിലൂടെ യൂഗോ നമുക്ക് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനവും ക്രിസ്തു എന്ന് പറഞ്ഞൊരു പ്രവാചകനും തമ്മിലുള്ള ബന്ധം അതീവ ദുർബലമാണ്. ഇത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല, ഏത് പ്രവാചകനെക്കുറിച്ചും നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്ന ഒരു കാലമാണ് ഇത്. പ്രവാചകർ ഉയർന്ന രീതിയിൽ ചിന്തിക്കുകയും സ്നേഹത്തെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും മൈത്രിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ മതങ്ങൾ സ്ഥാപനങ്ങളായി ചുരുങ്ങുകയും ആ സ്ഥാപനങ്ങൾക്ക് അധികാരികളുണ്ടാവുകയും മതം മുഴുവൻ തന്നെ ഒരു അധികാര കേന്ദ്രമായി മാറുകയും ചെയ്തതോടുകൂടി ഈ മതങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ സാവധാനം വിസ്മരിക്കപ്പെട്ടു. അതിലേക്ക് കൂടി യോഗോ ഒരു തരത്തിൽ വിരൽ ചൂണ്ടുന്നുണ്ട്. ഡിയിലെ മെത്രാൻ ഈ സ്ഥാപനാധികാരത്തിനെതിരായി ക്രിസ്തീയ മൂല്യത്തെ, സ്നേഹത്തെ പ്രതിഷ്ഠിക്കുകയും ഉയർത്തി നിർത്തുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്ന് നമുക്ക് നിശ്ചയമായും കാണാൻ കഴിയും. അതോടൊപ്പം ഈ നോവലിൻ്റെ മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ അതിലെ പലതരം, ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, പലതരം സ്നേഹങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞ ഒരു ക്രിസ്തീയമായ ആഴത്തിലുള്ള ഒരു സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്നേഹമുണ്ട്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹമുണ്ട്.
പാവപ്പെട്ട മനുഷ്യർ, അധകൃതരായ പീഡിതരായ മനുഷ്യർ തമ്മിലുള്ള, അവരെ ഒന്നിപ്പിക്കുന്ന, അവരെ പ്രതിരോധത്തിന് പ്രേരിപ്പിക്കുന്ന ആഴമേറിയ ഒരുമ നിറഞ്ഞ ഒരു പ്രേമം അഥവാ സ്നേഹമുണ്ട്. അതേസമയം നാം സാധാരണ പ്രണയം എന്ന് പറയുന്ന ഒന്നും അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കോസറ്റിൻ്റെ കഥയെ പിന്തുടർന്നാൽ നമുക്ക് അനായാസമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്നേഹത്തിൻ്റെ അനേകം അടരുകൾ ഈ നോവലിനെ മുഴുവൻ തന്നെ ഉജ്ജ്വലമാക്കുന്നു, അതിനെ പ്രകാശവത്താക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ 6 നോവലുകളിൽ ഒന്ന് പാവങ്ങളാണ് എന്ന് അപ്റ്റൺ സിൻക്ലെയറെ പോലുള്ള നിരൂപകനും എഴുത്തുകാരനുമായ ഒരാൾ പറയാൻ ഇടയായത്. അതിൻ്റെ മഹത്വം അതിൻ്റെ വലിപ്പത്തിൽ മാത്രമല്ല, അത് സ്പർശിക്കുന്ന ജീവിതത്തിൻ്റെ അനേകം തലങ്ങളിൽ, വികാരത്തിൻ്റെ അനുഭവത്തിൻ്റെ അനേകം തലങ്ങളിൽ അതിൻ്റെ പ്രാഥമികമായ അല്ലെങ്കിൽ സ്ഥൂലമായ ലാളിത്യത്തിനടിയിലുള്ള അതിൻ്റെ സൂക്ഷ്മമായ സങ്കീർണതകളിൽ ആണ്. ആ സങ്കീർണതകളിലേക്ക് യാത്ര ചെയ്യാനുള്ള അനായാസമായൊരു വഴി മാത്രമാണ് അതിൻ്റെ ലളിതമെന്ന് തോന്നിക്കുന്ന ഭാഷ എന്ന് ആ നോവൽ പലതവണ വായിക്കും തോറും നമുക്ക് ബോധ്യമായി കൊണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ആ നോവലിൻ്റെ ലക്ഷ്യം ഏറ്റവും മനോഹരമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് യൂഗോ തന്നെയാണ്. ഞാനിവിടെ ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയുടെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പുരോഗമിക്കുന്നു, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് പുരോഗമിക്കുന്നു, കാപട്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പുരോഗമിക്കുന്നു, രാത്രിയിൽ നിന്ന് പകലിലേക്ക് പുരോഗമിക്കുന്നു, അത്യാർത്തിയിൽ നിന്ന് മനസാക്ഷിയിലേക്ക് പുരോഗമിക്കുന്നു, അഴിമതിയിൽ നിന്ന് ജീവിതത്തിലേക്ക് പുരോഗമിക്കുന്നു, മൃഗീയതയിൽ നിന്ന് ചുമതലാബോധത്തിലേക്ക് പുരോഗമിക്കുന്നു, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പുരോഗമിക്കുന്നു, ശൂന്യതയിൽ നിന്ന് ദൈവത്തിലേക്ക് പുരോഗമിക്കുന്നു, വെറും വസ്തുവിൽ നിന്ന് ആത്മാവിലേക്ക് പുരോഗമിക്കുന്നു. ഹൈഡ്ര നിങ്ങൾക്കറിയാം, ഒരു ഏകകോശക ജീവിയാണ്. ആദ്യകാലം ജീവനുണ്ടായ കാലത്തുണ്ടായ ജീവി. ഹൈഡ്രയിൽ നിന്ന് അഥവാ ഒരു അണുജീവിയിൽ നിന്ന്, ഏകകോശക ജീവിയിൽ നിന്ന് മാലാഖയിലേക്ക് പുരോഗമിക്കും. ഇത് യൂഗോവിൻ്റെ വാക്കുകളാണ്, 19ാം നൂറ്റാണ്ടിലെ വാക്കുകളാണ്. അതിൽ നിങ്ങൾക്ക് പഴമനുഭവപ്പെടുന്നുണ്ടാവും, അതുണ്ടെങ്കിൽ സ്വാഭാവികവുമാണ്. പക്ഷേ ഈ വാക്കുകളുടെ ആത്മാവാണ് പ്രധാനം. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ടോ മാലാഖമാരെ സംസാരിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ഈ വാക്കുകളുടെ കനം, അതിൻ്റെ മൂല്യപരമായ സത്ത ഇല്ലാതാകുന്നില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് യൂഗോ തന്നെ തൻ്റെ നിയോഗം എന്താണ് എന്ന് തിരിച്ചറിയുന്നത്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒന്നാണ് തൻ്റെ നിയോഗം എന്താണ് എന്ന് തിരിച്ചറിയുക, ആ നിയോഗത്തെ നിർഭയമായി പിന്തുടരുക എന്നത്. ഇത് യൂഗോ കൃത്യമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് 365 അധ്യായങ്ങളിലൂടെ 48 പുസ്തകങ്ങളിലൂടെ 5 വോള്യങ്ങളായി ഈ കൃതി ഫ്രഞ്ചിൽ ആദ്യമായി അദ്ദേഹം രചിക്കാൻ ഇടവന്നത്. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ പെട്ടെന്ന് തീർക്കാം. പല നാടുകൾ, പല ജനതകൾ, സാമ്രാജ്യവും അടിമകളും തമ്മിലുള്ള അതിഭീഷണമായ ഭയത്തിൻ്റെ ബന്ധങ്ങൾ, അതിരില്ലാത്ത അജ്ഞത, അതിരുകൾ കടന്നു പോകുന്ന ദാരിദ്ര്യം, ഭൂപടത്തെ മാറ്റി വരയ്ക്കുന്ന വിപ്ലവം, ഇവയെല്ലാം ഒന്നിച്ച് ഈ കൃതിയിൽ സംഗ്രഹിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാനാകും. അതുകൊണ്ടാണ് പലപ്പോഴും പാവങ്ങൾ വായിക്കുക അത്ര അനായാസമല്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ പല അധ്യായങ്ങളും തൻ്റെ ധർമ്മതത്വങ്ങളെ, നീതിയെക്കുറിച്ചുള്ള തൻ്റെ സങ്കല്പങ്ങളെ വിശദമാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങളൊക്കെ കടന്നു വരുന്നതിനെ കുറേ അധ്യായങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ കേവലം ഒരു കഥാഖ്യാനമായിട്ടല്ല, നേരെ മറിച്ച് തനിക്ക് ലോകത്തോട് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമം കൂടിയായിട്ടാണ് നോവലിനെ യൂഗോ പോലുള്ള ഒരാൾ കണ്ടത്. അത് സംബോധന ചെയ്യുന്ന ജനതകളും അത്ര തന്നെ പ്രധാനമാണ്. അത് പുരോഹിതരോട് പറയുന്നു, ഹേ പുരോഹിതരെ, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്, ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് എന്ന്.
അത് ദരിദ്രരോട് പറയുന്നു, ഹേ ദരിദ്രരെ, ഒന്നിച്ചു നിൽക്കുക, സംഘടിക്കുക, നിങ്ങൾ ഈ ലോകത്തിൻ്റെ അനീതിക്കും പീഡനത്തിനും മർദ്ദനത്തിനും എതിരായി സമരം ചെയ്യുക എന്ന്. അത് സമാന്തരമായ അനുഭവത്തിൻ്റെ ഒരു ഭൂപടം രചിക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് നോത്രദാമിലെ കൂനൻ പോലുള്ള ഒരുപക്ഷെ കൂടുതൽ നല്ലത് എന്ന്, നോവൽ കല എന്ന് വേണമെങ്കിൽ കൂടുതൽ നല്ലത് എന്ന് പറയാവുന്ന കൃതികളിൽ നിന്നും ഈ കൃതി വ്യത്യസ്തമാകുന്നത്. കല കൊണ്ട് മാത്രമല്ല, അതിൻ്റെ അതിപ്രധാനമായ സന്ദേശങ്ങളും വിധാനങ്ങളും കൊണ്ടുകൂടിയാണ് ഈ കൃതി വ്യത്യസ്തമാകുന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഏഷ്യൻ ഫ്രാൻസ്വാ വിലോക്ക് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഷാൻ വാൽഷാനിൻ്റെ ജീവിതത്തെ യൂഗോ രൂപപ്പെടുത്തുന്നത്. അതിനടിസ്ഥാനമായി അനേകം നാടകങ്ങളുണ്ടായിട്ടുണ്ട്, സിനിമകളുണ്ടായിട്ടുണ്ട്, ടെലിവിഷൻ റേഡിയോ ഫീച്ചറുകളുണ്ടായിട്ടുണ്ട് എന്ന് അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ തന്നെ 8 പരിഭാഷകളുണ്ട്. അതിൻ്റെയൊക്കെ വളരെ ശീർഷകങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ നാലപ്പാടിനെ അത്ഭുതകരമായ, അത് മാഷ അത് സൂചിപ്പിച്ചു, പാവങ്ങൾ എന്നതിന് പേര് കൊടുത്തത് അത്ഭുതകരമായൊരു കണ്ടെത്തലായിരുന്നു. ഇതിൻ്റെ പേര് ലെയ് മിസ്റാബ്ലെ എന്ന ഫ്രഞ്ച് വാക്ക് അതിന് പലതരത്തിൽ തർജ്ജമ ചെയ്യാം. ദുരിതമനുഭവിക്കുന്നവർന്നോ, പീഡിതർന്നോ, മർദ്ദിതർന്നോ, അനേക രീതികളിൽ. ഇംഗ്ലീഷ് തർജ്ജമകളുടെയും പേര് വ്യത്യസ്തമാണ്. ദ റെച്ചഡ് എന്ന പേരുള്ള ഒരു തർജ്ജമ, പലതരത്തിലുള്ള തർജ്ജമകളുണ്ട്. പക്ഷേ ഈ പാവങ്ങൾ എന്ന വാക്ക് ഇതിന് ഈ അർത്ഥതലങ്ങളെ മുഴുവൻ തന്നെ ഉൾക്കൊള്ളുന്നു. അത് അവരുടെ ഇരകളായുള്ള അവരുടെ ജീവിതം, അവരുടെ അതിഭീഷണമായ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ദാരിദ്ര്യം, കുറ്റങ്ങളിലേക്ക് പോലും അവരെ നയിക്കുന്ന അതിക്രൂരമായ വിശപ്പിൻ്റെ മർദ്ദനം, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നൊരു വാക്കാണ് പാവങ്ങൾ എന്നത്. അത് പിന്നീട് അതിന് പല അർത്ഥങ്ങളുമൊക്കെ വന്നിട്ടുണ്ടാകാമെങ്കിലും നാലപ്പാട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഈ പാവങ്ങളുടെ അർത്ഥം തെളിഞ്ഞ് വരുമായിരുന്നു. അതിൻ്റെ ഈ അനേകം തലങ്ങളിൽ ഈ പാവങ്ങൾ എന്ന വാക്ക് ശോഭിക്കുമായിരുന്നു. അതിൻ്റെ അനേകം അർത്ഥങ്ങൾ അതിൻ്റെ വായനക്കാർക്ക് വ്യക്തമാകും ആയിരുന്നു. അപ്പോൾ നോക്കൂ, മലയാളത്തിലെ കഥകൾ നമുക്കെല്ലാവർക്കും അറിയാം, ആരംഭിക്കുന്ന നായാട്ട് കഥകളിൽ നിന്നാണ്. വേട്ടയാടുന്നവരുടെ കഥകളിൽ ഈ മൃഗങ്ങളെ വേട്ടയാടുന്നവരുടെ കഥകളിൽ നിന്നാണ്. അതിൽ നിന്ന് മലയാള സാഹിത്യം വേട്ടയാടപ്പെടുന്നവരുടെ കഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ഊർജസ്രോതസ് പാവങ്ങൾ എന്ന നോവലായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്നത്തെ നമ്മുടെ നോവൽ അല്ലെങ്കിൽ നാം പറയുന്ന ജീവനുള്ള സാഹിത്യം നിരന്തരമായി വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ കഥകളാണ്. മൃഗങ്ങളെ വേട്ടയാടുന്ന മൃഗയാവിനോദം എന്ന് പണ്ടേ പറയുന്നത് നടത്തുന്ന രാജാക്കന്മാരുടെയോ സവർണ മുതലാളിമാരുടെയോ ഒന്നും കഥയല്ല. നേരെ മറിച്ച് നിരന്തരം വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ കഥയാണ്. അവരുടെ ഒരു പ്രതിനിധി മാത്രമാണ് ഒരുപക്ഷെ ഷാൻ വാൽഷാങ് എന്ന് പറയാം. അപ്പോൾ അതിലൊരു വർഗത്തിൻ്റെ ചരിത്രമുണ്ട്, അദൃശ്യതയിൽ നിന്ന് ദൃശ്യതയിലേക്ക് കടന്നു വരുന്നൊരു ജനതയുടെ ചരിത്രമുണ്ട്, അധികാര വിരുദ്ധമായ അനേകം പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകാൻ പോന്ന മനുഷ്യരുടെ ആഴമേറിയ ചൈതന്യമുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അവിടെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൻ്റെ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ കൃതികൾ കൊണ്ട് മാത്രമല്ല, പരിഭാഷകൾ കൊണ്ട് കൂടിയാണ്. കവിതയുടെ കഥയായാലും ശരി, നോവലിൻ്റെയോ ചെറുകഥയുടെയോ ഒക്കെ കാര്യമായാലും ശരി, അതിലൊക്കെ തന്നെ പരിഭാഷകൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ്. ദളിത് സാഹിത്യവും സ്ത്രീ സാഹിത്യവും വരെയുള്ള നമ്മുടെ സാമൂഹ്യ പ്രാധാന്യമുള്ള പ്രസ്ഥാനങ്ങൾ മുഴുവൻ അവർക്ക് മുഴുവൻ പിന്നിലുള്ളത്, പ്രചോദനമായിട്ടുള്ളത് ഈ തരത്തിലുള്ള അനേകം വിവർത്തനങ്ങളാണ്. സോളയുടെ, മോപ്പസാങ്ങിൻ്റെ, ബെൽസാക്കിൻ്റെ, ഡോസ്റ്റോയെവ്സ്കിയുടെ, ടോൾസ്റ്റോയിയുടെ അല്ലെങ്കിൽ വിക്ടർ യൂഗോയുടെ ഇതുപോലുള്ള അനേകം ആളുകളുടെ കൃതികളുടെ ആഴമേറിയൊരു സ്വാധീനം, അവയുടെ അനുകരണമല്ല ഞാൻ പറയുന്നത്, അവ നൽകിയ ഒരു മഹോർജം, മഹാചൈതന്യം നമ്മുടെ വലിയ കൃതികൾക്ക് പിറകിൽ മുഴുവനും തന്നെ ഉണ്ട് എന്ന് പറയാം.
ജീവൽ സാഹിത്യം എന്ന മഹത്തായ സാഹിത്യ പ്രസ്ഥാനം ഉടലെടുക്കുന്നത് ഒരർത്ഥത്തിൽ ഈ രീതിയിലുള്ള ഗംഭീരങ്ങളായ വിവർത്തനങ്ങളിൽ നിന്നാണ്, ജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളിൽ നിന്നാണ്, സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള വലിയ വിശകലനങ്ങളിൽ നിന്നാണ്. ഇങ്ങനെയാണ് ഒരു പക്ഷേ മലയാള സാഹിത്യം മാത്രമല്ല മറ്റു സാഹിത്യങ്ങളും പുരോഗമിച്ചിട്ടുണ്ടാവുക. പക്ഷേ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമാണ്. നമുക്ക് ഒരു പക്ഷേ എത്ര മൗലിക കൃതികളുണ്ടോ അത്രയും തന്നെ വിവർത്തനങ്ങളുണ്ട് എന്ന് പറയാവുന്ന ഇന്ത്യയിലെ ഒരു സാഹിത്യം നിസ്സംശയമായും പറയാൻ കഴിയും മലയാളം തന്നെയാണെന്ന്. അപ്പോൾ വിവർത്തകർ നൽകിയിട്ടുള്ള ഒരു വലിയ പ്രചോദനം, വലിയ ഊർജം നമ്മുടെ സാഹിത്യത്തിലും സമൂഹത്തിലും മുഴുവൻ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ മലയാള എഴുത്തുകാരെ മാത്രമല്ല, യേശ്പാലിനെ അല്ലെങ്കിൽ പ്രേംചന്ദിനെ അല്ലെങ്കിൽ ശരത്ചന്ദ്രയെ അല്ലെങ്കിൽ വിഭൂതിഭൂഷണെ, മാണിക് ബാനർജിയെ, എത്രയോ ഭാഷകളിൽ എത്രയോ പേരുടെ പേര് പറയാം. അവരുടെയൊക്കെ പിന്നിലുണ്ടായിരുന്ന ഏറ്റവും മഹത്തായ പ്രചോദനങ്ങളിലൊന്ന് പാവങ്ങളുടേത് ആയിരുന്നു. അതുകൊണ്ട് പാവങ്ങൾ ആത്യന്തികമായി ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രതിരോധത്തിൻ്റെ കൃതിയാണ്. ഈ എന്തിനെതിരെയാണ് പ്രതിരോധം എന്നതൊക്കെ ഞാൻ അനേകം വേദികളിൽ അനേകം തവണ സംസാരിച്ച ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹിംസയുടെ അനേകം രൂപങ്ങൾക്കെതിരായിട്ടാണ് എല്ലാ കാലത്തും പ്രതിരോധം ഉണ്ടാവുകയും വളരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് വർഗാധിപത്യമെന്നാകാം, വർണ്ണാധിപത്യമെന്നാകാം, പുരുഷാധിപത്യം എന്നാകാം, ആഗോളീകരണം എന്നാകാം, അല്ലെങ്കിൽ മാധ്യമ ലോകം എന്നതാകാം, അല്ലെങ്കിൽ സൈബർ ലോകം എന്നതാകാം, യുദ്ധം എന്നതാകാം, അധിനിവേശം എന്നതാകാം. അനേകം രീതികളിലുള്ള ആധിപത്യങ്ങളിൽ ഞെരിയുന്ന ഒരു ലോകത്തിൽ ഇവയെല്ലാം അനുഷ്ഠിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ഹിംസയ്ക്കെതിരെ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ, ഏറ്റവും മാനുഷികമായ, ഏറ്റവും നൈതികമായ നിലപാട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ജീവൽ സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം ഈ പാവങ്ങൾ എന്ന നോവലാണ് എന്ന് ഞാൻ പറഞ്ഞത്. എ മാധവമേനോൻ ജീവൽ സാഹിത്യത്തെ നിർവചിച്ച ഒരു ഉദ്ധരണിയോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം. കുടുംബം, അത് 37 മെയ് 25-നാണ് ഈ പ്രസംഗം അദ്ദേഹം നടക്കുന്നത്. കുടുംബം, മതം, ലിംഗബന്ധം, യുദ്ധം, സമുദായം എന്നിവകളെ സ്പർശിക്കുന്ന പ്രതിലോമപരവും മിതവാദപരവുമായ ചിന്താഗതിയെ എതിർക്കുവാനും സാമുദായിക വിദ്വേഷം, വർണ്ണവൈരം, മനുഷ്യ ചൂഷണം തുടങ്ങിയവയെ പ്രോത്സാഹിപ്പിക്കത്തക്കവണ്ണമുള്ള ഇന്നത്തെ സാഹിത്യത്തിലെ എല്ലാ ഗതികളെയും തടയുവാനും ഉതകുന്ന കർശനമായ വിമർശന രീതി നാം വളർത്തണം. നമ്മെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിശ്ചേഷ്ടതയിലേക്കും നിർജീവത്വത്തിലേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന എല്ലാറ്റിനെയും ഞങ്ങൾ പ്രതിലോമകരം എന്ന നിലയിൽ തള്ളിക്കളയുന്നു. നമ്മളിൽ വിമർശന ബുദ്ധിയെ ഉജ്ജീവിപ്പിക്കുന്നതും യുക്തിയുടെ വെളിച്ചത്തിൽ സ്ഥാപനങ്ങളെയും സമ്പ്രദായങ്ങളെയും പരിശോധിക്കുവാനുള്ള വാസനയെ വളർത്തിക്കൊണ്ടുവരുന്നതും അതോടൊപ്പം പ്രവർത്തിക്കുവാനും സംഘടിക്കുവാനും പരിവർത്തനം ചെയ്യുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നതുമായ എല്ലാറ്റിനെയും ഞങ്ങൾ പുരോഗമനപരം എന്ന നിലയിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ പുരോഗമന കാര്യത്വമാണ് മലയാള സാഹിത്യത്തിൽ പാവങ്ങളുടെ തർജ്ജമ കൊണ്ടുവന്ന ഏറ്റവും സാമൂഹ്യമായും സാഹിത്യപരമായും ഏറ്റവും പ്രധാനമായ കാര്യം. വളരെ സന്തോഷമുണ്ട് പാവങ്ങൾ വായിച്ച കേരളത്തെ കുറിച്ചുള്ള ഈ സെമിനാറിൽ ചില പ്രാഥമിക കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്ക്.